യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർമാരെ ബാധിക്കുന്ന പുതിയ പോളിസി നയത്തിന് ഒരുങ്ങുകയാണ്. ഈ പോളിസി നയം 2025 ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരും. എന്തെല്ലാമാണ് ഈ നയത്തിലൂടെ നടപ്പാക്കപ്പെടുന്നത്? ആവർത്തിച്ചുള്ള ഉള്ളടക്കങ്ങൾ, മറ്റൊരാളുടെ ഐഡിയകൾ നമ്മൾ വീഡിയോകളായിട്ട് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സംഭാവന, വ്യക്തമായ സംഭാവന അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് യൂട്യൂബ് ആവർത്തിച്ച് പറയുന്നത്. അതുപോലെ ധനസമ്പാദനത്തിന് നമ്മുടെ സ്വന്തം ഐഡിയകൾ മാത്രം മതി എന്നാണ് യൂട്യൂബ് നിഷ്കർഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സ്വന്തം ഐഡിയകളുള്ള വീഡിയോകളായിരിക്കും യൂട്യൂബ് ഇനി പ്രോത്സാഹിപ്പിക്കുന്നത്. AI ജനറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ശബ്ദങ്ങളും ചിത്രങ്ങളും യൂട്യൂബ് അധികമായി പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ റിയാക്ഷൻ വീഡിയോ, ചാനൽ ക്ലിപ്പുകൾ, കംപ്ലീഷനുകൾ എന്നിവ യൂട്യൂബ് വ്യക്തമായ ഒരു അഭിപ്രായം അതിൽ പറഞ്ഞിട്ടില്ല. ഇനി മുതൽ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ അല്ലെങ്കിൽ ധനസമ്പാദനത്തിനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ചാനൽ എത്തണമെങ്കിൽ സ്വന്തം ഐഡിയകളിൽ ആസൂത്രണം ചെയ്തെടുത്ത വീഡിയോകളും അതുപോലെ തന്നെ ഈ കണ്ടന്റുകൾ ഒന്നിനോട് വ്യത്യസ്തപ്പെട്ടതുമായിരിക്കണം എന്ന് യൂട്യൂബ് ഉറപ്പിച്ചു തന്നെ പറയുകയാണ്. മോണിറ്റൈസേഷൻ ആകാനുള്ള യോഗ്യത പഴയതുപോലെ തന്നെ തുടരുകയാണ്. 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബർമാരുമാണ് യൂട്യൂബിന് ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ട ക്രൈറ്റീരിയ. ഈ 4000 വാച്ച് അവർ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ നേടിയിരിക്കണം എന്നാണ് അതിനകത്തെ പ്രത്യേകത. അതുമല്ലെങ്കിൽ ഷോർട്സിലൂടെയാണെങ്കിൽ 10 ദശലക്ഷത്തിലധികം വ്യൂസ് ഷോർട്സിനുണ്ടായിരിക്കണം 90 ദിവസങ്ങൾക്കുള്ളിൽ. ഒരുപോലുള്ള ഇൻട്രോ ഔട്ട്രോ വീഡിയോകൾ ഉപയോഗിക്കാമെങ്കിലും വീഡിയോയുടെ പ്രധാന ഭാഗങ്ങൾ വ്യത്യസ്തമുള്ളവയായിരിക്കണം. യൂട്യൂബർമാർക്ക് പണം ലഭിച്ചുകൊണ്ടിരുന്നത് ആഡ്സൻസ് എന്ന അക്കൗണ്ട് വഴിയാണ്. ഇനി അതിനകത്തും കുറച്ച് മാറ്റങ്ങൾ വരുമെന്നാണ് യൂട്യൂബ് സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ആഡ്സൻസിൽ വേറൊരു ലിങ്ക് കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടായിരിക്കും ഇനിയും അക്കൗണ്ടിലേക്ക് പണം വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അവരുടേതായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു തംബ്നെയിൽ ക്ലിക്ക് ചെയ്ത് കാഴ്ചക്കാരെ ആകർഷിക്കാൻ വേണ്ടി മാത്രം തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് ഇടാതിരിക്കുക. അത് യൂട്യൂബ് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ യൂട്യൂബ് വ്യക്തമായി കാര്യങ്ങൾ പരിശോധിച്ച് വീഡിയോയ്ക്കെതിരെയോ ചാനലിനെതിരെയോ കർശനമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്.